ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് തിരുവോണമാണ്, ഇന്ന് 15th ഓഗസ്റ്റ് ആണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 7:30 എണീറ്റ് ഫുൾ പൂവൊക്കെ ചെത്തി നല്ലപോലെ പൂവൊക്കെ പിച്ചിയിട്ട് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് റെഡിയായി സാരി കൊടുത്തിരിക്കാന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ ഇമോഷൻസ്, ഉറക്കത്തിൻ്റെ ഹോർമോൺസ് ഒക്കെ അങ്ങ് കൂടുമല്ലോ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ സമയം ഉറങ്ങിയപ്പോൾ ഇപ്പം സമയം 8:30 അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ രാവിലെ എണീറ്റ് വരുന്നൊക്കെയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇനി എന്താണ് താഴെ പോകാൻ പറയാം എന്താണ് കോലാഹലങ്ങൾ എന്നുള്ളത്. അപ്പം നമ്മൾ എണീറ്റിട്ടുണ്ട്. നമുക്കിനി പോയി പൂവൊക്കെ പിച്ചിട്ട് എല്ലാവരോടും ഒരു ഹാപ്പി ഓണം ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ കേട്ടോ ഭയങ്കര സെലിബ്രേഷൻ ഒന്നും ഇല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ 4 പേരുണ്ടെങ്കിൽ എല്ലാവരും കൂടെ സദ്യ കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് സദ്യയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പൂ പിച്ചിയിടൽ, പൂക്കൾ ഉണ്ടാക്കൽ, പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്ത് അണിഞ്ഞൊരുങ്ങണമല്ലോ, അത് നമ്മുടെ മെയിൻ ആണല്ലോ. അപ്പം അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അപ്പൻ്റെ അമ്മൻ്റെ കൂടെയുള്ള വീട്ടിൽ നിന്ന് വീട്ടിലെ ഓണം, വീട്ടോണം വേണ്ട, വീട്ടോണം വേണോ, വേട്ടണം വേണം, എന്താണെങ്കിലും വീട്ടോണം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ വേണമെങ്കിൽ നമുക്ക് ആദ്യം അതിനു മുമ്പ് നമ്മൾ ബ്രഷ് ചെയ്യണം, നമ്മൾ ഒന്ന് ഫ്രഷനപ്പ് ആണ്. ഇപ്പം ഞാൻ എണീറ്റ് ഉടനെ ഉള്ള മുഖമാണ്. അപ്പം നമുക്ക് ആദ്യം പോയി ഫ്രഷനപ്പ് ചെയ്തിട്ട് പിന്നെ വരാം. ഹലോ, അപ്പം ഹാപ്പി ആണോ? രാവിലെ തന്നെ എണീറ്റ് വരുന്ന ഞാൻ പറഞ്ഞതാണ്, അതേപോലെ എണീറ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഉറക്കെ സംസാരിക്കമ്മ. അമ്മ ഭയങ്കര, അമ്മയ്ക്ക് മൂടില്ലാന്ന്, ഓണമായിട്ട് മൂടില്ലാന്നൊക്കെ പറഞ്ഞിങ്ങനെ ശരിയാവും. ഒരുത്തൻ അവിടെ നിന്ന് ജനലിനുള്ളിൽ കൂടെ നോക്കി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മയ്ക്ക്, അമ്മ ഒരു സ്കൂൾ അധ്യാപികയാണല്ലോ, അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ എക്സാംസ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള പേപ്പർ കറക്ഷൻസ് ആണ് നടക്കുന്നത് ഇവിടെ അല്ലേ. അമ്മ ഒരു മാത്സ് ടീച്ചറാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ മാത്സ് പേപ്പറാണ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നമ്മളെന്തായാലും പരിപാടി ലേറ്റ് ആയിട്ടല്ല, ഞാൻ പറഞ്ഞില്ല 8:30. പൂ ഇനി എടുത്തിട്ട് പൂക്കൾ ഉണ്ടാക്കണ്ടേ? നമ്മൾ ഇന്നലെ രണ്ടുപേരും പോയിട്ട് പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പൂക്കളം ഉണ്ടാക്കണം. എന്താണ് ഇങ്ങനെ ഇച്ചിരി എനർജറ്റിക് ആയിട്ടിരിക്കേ? എനർജി വരുന്നുണ്ട് രാവിലെ തന്നെ. എന്താ നടക്കുന്നത്? പൂക്കളായിട്ട് ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനർജി വരുമായിരിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വെറുതെ ഇവിടെ ഇരിക്കും. പായസം ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നുണ്ടോ അറിയത്തില്ല. നീ എണീറ്റ് അങ്ങനെയല്ലോ ഉണ്ടാക്കുന്നവർ, നീ ഉണ്ടാക്കണമെങ്കിൽ നീ ഉണ്ടാക്കണ്ടേ പായസം? മൈ ഗോഡ്, പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഞാൻ ഇന്നപ്പോൾ ഒരു വൂഫിനെ കൂടെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പൂക്കൾ ഇടാൻ തുടങ്ങാം. പപ്പ എവിടെ അറിയില്ല, ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പം നമുക്ക് വരുന്നു, കമ്മിങ്. ഇത് കണ്ടില്ല ഒരുത്ത് നിൽക്കുന്നേ? ഒരുത്തിന് ഇങ്ങനെയാണേ, എന്താ ഇവിടെ വന്ന് നിൽക്കും. കണ്ണൊന്നും കാണുന്നില്ല, എന്നാലും അതെ മൂഫിക്കുട്ടിയുടെ അടുത്ത് വന്ന് രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാണ്ടല്ലോ ഇവൻ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. ഞാൻ നോക്കിയും കണ്ടു എവിടെ ആരെന്താ അനങ്ങുന്നത് എന്നുള്ള രീതിയിൽ നോക്കി ഇരിപ്പുണ്ടാവും. അപ്പം നമ്മൾ എങ്ങാനും ഇതുവഴി പാസ് ചെയ്യുന്ന നിഴല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിങ്ങോട്ട് പോകാം, നിഴല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവൻ തുടങ്ങും. അപ്പം അവന് കുരച്ച് നമ്മളെ വിളിച്ച് വരുത്തി, അയ്യോ പോവല്ലടാ, എടാ നീ എന്താടാ ഇങ്ങനെ. അവന് ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഷൈ ആണ് കേസ്, ഭയങ്കര ക്യാമറ ഷൈ ആണ്. എന്തൊക്കെയോ കാണിച്ച് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. കാടനായി, മുടിയൊക്കെ വളർന്ന് ഫുൾ വലിയ കുട്ടിയായി. മുടി ഇനി മുറിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്കിങ്ങനെ മുടി ഇങ്ങനെ ഇത്രയും വളർന്നിരിക്കുന്ന ഇഷ്ടം കണ്ടില്ലേ. അയ്യോ കടിച്ചേ നീ എന്നെ ഇങ്ങനെ മൂഫി നോക്ക്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ബാക്കോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ വന്നു കണ്ടോ ഇരിക്കുന്നു നോക്ക് എൻ്റെ കുഞ്ഞ. അപ്പോൾ ഓണം പ്രമാണിച്ച് ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെ എല്ലാവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചുറ്റുവട്ടമൊക്കെ ഭയങ്കര ശാന്തിയുടെ നേർവഴിയിലൂടെയാണ് കേസ് നമ്മൾ പോകുന്നതെന്ന് പറയുന്ന പോലെ ഉണ്ട്. ഭയങ്കര വെരി കാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഈ സമയമാകുമ്പോൾ സ്കൂളിൽ നിന്ന് നമ്മുടെ പ്രയർ തൊട്ടിപ്പുറത്തോട്ടാണ് സ്കൂള്. അപ്പോൾ സ്കൂളിൽ നിന്ന് പ്രയർ
അതുപോലെ തന്നെ നാഷണൽ ആന്തം ഒക്കെ കേൾക്കാൻ പറ്റും. പക്ഷെ ഇന്നൊന്നുമില്ല, എല്ലാവർക്കും ലീവാണല്ലോ. കുറെ കിളിയുടെ ശബ്ദം കേൾക്കാം. ആ പിന്നെ എൻ്റെ ഓഫിക്കുട്ടൻ്റെ കാര്യം. അപ്പം ഓഫിനെ നമ്മൾ കൊഞ്ചിച്ച് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉടനെ പോയി പൂക്കൾ എടുത്തിട്ട് വരണം. പൂക്കൾ എടുത്തിട്ട് പിച്ചിട്ടിട്ട് പൂക്കളിടണ്ടേ? കമോൺ ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് പൂക്കളിടാം. പൂക്കൾ നീടാൻ സമ്മതിക്കോ? ഈ പൂക്കൾ തിന്നോടാ? ആൻസർ ഒന്നുമില്ല. ഗൈസ്, ഇനി പട്ടിനെ നോക്കുമ്പോൾ സൂക്ഷിച്ചാണ് നോക്കാൻ ഒരു അഡ്വൈസ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അമ്മ 2 ഓപ്ഷൻസ് തന്നു. ഓപ്ഷൻ വൺ അമ്മ ഇന്ന് ഓളമില്ല ഗൈസ്. അമ്മയ്ക്ക് ഇന്നൊരു ഓളമില്ല. അമ്മയ്ക്ക് പേപ്പറൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഇതിലാന്ന് തോന്നുന്നു. ഇന്ന് 2 ഓപ്ഷൻ തന്നു. ഓപ്ഷൻ 1 പുട്ട് ആൻഡ് ഗോതമ്പ് പുട്ട് ആൻഡ് പഴം. ഓപ്ഷൻ 2 ദോശ ആൻഡ് സാമ്പാർ. ഞാൻ എന്ത് സെലക്ട് ചെയ്തു? ഞാൻ ദോശ ആൻഡ് സാമ്പാർ സെലക്ട് ചെയ്തു. കാരണം ദോശ ഇവിടുന്ന് കഴിക്കാൻ തോന്നുന്നു. പുട്ട് ഞാൻ അവിടുന്ന് കഴിക്കാറുണ്ട്. ഞാൻ ഓർഡർ ചെയ്യാറുണ്ട്. പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും ചിക്കനൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. ദോശ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല. ദോശ വീട്ടിൽ നിന്ന് കഴിക്കുക അല്ലെങ്കിൽ കടയിൽ പോയി കഴിക്കുക അങ്ങനെയൊക്കെയുള്ളൂ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് ദോശയും നമ്മുടെ സാമ്പാർ, നമ്മുടെ കേരളീയമായ ഫുഡ്. സാമ്പാറിൻ്റെ അകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാമ്പാറിൽ ചെറുതായിട്ട് കുറച്ച് പഞ്ചസാര ഇടും. അത് എവിടെ നിന്ന് കിട്ടിയത്? നമുക്ക് സുന്ദരിൻ്റെ കിട്ടിയതാ? അമ്മ തന്നെ കണ്ടുപിടിച്ചതാ? ഞാനിപ്പോൾ സുന്ദരിൻ്റെ കിട്ടിയതെന്നാ. കാരണം ഇതൊക്കെ അമ്മ ഒന്ന് പറയോ അത് എങ്ങനെയാണ് അമ്മയ്ക്ക് ഐഡിയയിലോട്ട് വന്നതെന്ന്? മധുരം ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് സാമ്പാറിൽ ഇടയ്ക്കുന്നല്ലേ ഇപ്പം എനിക്കും ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാമ്പാറിന്റെ കൂടെ കുറച്ച് പഞ്ചസാര അല്ലേ, ഒരിച്ചിരി പഞ്ചസാര നമ്മളിടും. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ദോശയുടെ കൂടെ മധുരമുള്ള സാമ്പാർ കഴിക്കാൻ വേറെ ഒരു രുചിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. മധുരത്തിന്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇഷ്ടാവില്ല. പക്ഷെ എനിക്കിവിടെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കഴിക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ കഴിക്കാറ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോ ദോശ തലേ ദിവസത്തെ സാമ്പാറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുത്തിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ്, ഇൻ ദ സെൻസ് ഒരു 1-2 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ രുചി വരികയെന്ന്. ദോശ കിട്ടി നമ്മൾ ഷുഗർ ഫ്രീ ടാബ്ലറ്റ് പൊടിച്ചിട്ടാണ് ഇടുന്നത്. കാണുന്നുണ്ടല്ലേ? ഷുഗർ ഫ്രീ ടാബ്ലറ്റ് പൊടിച്ചതല്ല, അത് ഷുഗർ അങ്ങനെ പൊടിയായിട്ട് കിട്ടുന്നതാണ്. ഇത് പൊടിയായിരുന്നു. ഞാനത്തെ ടാബ്ലറ്റ് ആണ്, ഷുഗർ ഫ്രീ ടാബ്ലറ്റ് ആണ്. പൊടിയായിട്ട് കിട്ടും നമുക്ക് ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ്. ഇത് പൊടിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ആണ്. പക്ഷെ ഞാൻ ടാബ്ലറ്റ് മാത്രമേ കണ്ടുള്ളൂ, ഞാൻ പൊടിയായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഇതിടാം. ഇത്ര പോരാ? ഓക്കേ. പൂവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ദോശ, സാമ്പാർ. ഓം ശാന്തി ദോശൻ്റെ അത് മറ്റേ സ്ത്രീ പടത്തിൽ വാ എന്ന് പറയുന്നല്ലേ കഴിക്കട്ടെ. രണ്ടെണ്ണം മതിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞും കൂടെ. ഇവിടെ ഊപ്പി നിൽപ്പണ്ട, അതാണ് കേട്ടോ. വാ വാ നമുക്ക് പൂക്കൾ ഇതാണ് നമ്മുടെ പൂക്കൾ റെഡി. എന്നാ നമ്മുടെ പൂക്കൾ റെഡിയാണ്. നമുക്കിനി ഇത് പിച്ചി ഒരു ഡിസൈനിൽ അങ്ങോട്ട് ഇടുക. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിസൈൻസ് ഒന്നും അല്ല, നോർമൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അകത്തോട്ട് കയറിപ്പോ. അപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് പിച്ചാം, എന്നിട്ട് നമുക്ക് പൂക്കൾ ഇടാം. എൻ്റെ കൊച്ചിന് പൂക്കൾ ഇഷ്ടപ്പെട്ടു? എൻ്റെ പൂക്കളും തൊട്ടുകൊണ്ടിരിക്കുവാണ്. ആണോ? ഹാപ്പി ആണോ? ഇല്ല, സീരിയസ് ആണ്. എന്നാ ഇത് പിച്ചണ്ടേ? നമുക്ക് എല്ലാ യെല്ലോ പൂവും കൂടെ എടുക്കല്ലേ മൂഫി? ഞാൻ ഇത് സെലിബ്രേറ്റ് ചെയ്യട്ടെ, പിച്ചട്ടെ. എന്താ ചെയ്യാൻ? എടുക്കരുതേ. ആ ചോട്ടം വേണ്ടാന്ന്. ഞാൻ പൂക്കൾ കേട്ടെ, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ടിടും.
കണ്ണൊന്നും കാണുന്നില്ല. ഞാനത് പൂട്ടിയിട്ടാ ഇവൻ വരാണ്ടിരിക്കാൻ. ഇവൻ പൂവിടാൻ സമ്മതിക്കുന്നില്ല. അല്ലേ അവൻ സമ്മതിക്കാൻ കൂടാൻ. വന്നു വന്നു വന്നു. അല്ലെങ്കിൽ അവൻ സമ്മതിക്കും കൂടാനായിട്ട്. അല്ലെങ്കിൽ സമ്മതിക്കും പൂവിടാനായിട്ട്. അയ്യോ എന്നിട്ട് കൈ ഇങ്ങനെ വെക്കും. ഇവനെ കൂട്ടിക്കൊണ്ടിടാം അല്ലേ? കൂട്ടിക്കൊണ്ടിടട്ടെ ഗൈസ്. ഇവനെ ഒന്ന് പിടിച്ച കൂട്ടിക്കൊണ്ടിടണം. അമ്മേ അയ്യോ അവിടെ ഇരുന്ന് കുറച്ചേരം. നമ്മൾ പൂക്കൾ ഇങ്ങനെ ഈ കവറിന്റെ അകത്തുനിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കളർ മാറ്റി മാറ്റി വെക്കണല്ലോ. പിന്നെ അത് കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് ഒരു നോർമൽ പൂക്കൾ കേട്ടോ. ഞാൻ അത്ര വലിയ അങ്ങോട്ട് ഇതൊന്നും അല്ല. ഇത് ചെറിയൊരു ആഗ്രഹം, ഒരു നല്ലൊരു കുഞ്ഞൊരു പൂക്കള ഇടാന്ന്. അതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ നമുക്കൊരു ആഗ്രഹം വന്നു നമ്മൾ ചെയ്യണം എന്നാണല്ലോ ഗൈസ്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ ഇടുന്ന ഒരു പൂക്കളമാണ്. വളരെ എന്താ പറയാ കുഞ്ഞൊരു പൂക്കളം. സോ നമ്മളുടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, ഏതോ ഒരു വേറെ കളറ്, റെഡ്, പിങ്ക്. അപ്പൊ നമുക്ക് ഇതൊക്കെ പിച്ചി എന്തെങ്കിലുമൊക്കെ ഇടാൻ നോക്കാം. പിച്ചുന്നിടത്തേക്ക് നമുക്ക് ഒരാളെയും കൂടെ കിട്ടിയേക്കുവാണ്. അമ്മ അടുക്കളയിലെ കുറെ പണികളൊക്കെ കഴിഞ്ഞു. പണികൾ കുറച്ച് തീർത്ത് വെച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അമ്മയെ ഇവിടെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാരും പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? നമ്മളെല്ലാരും പറഞ്ഞ ഞാൻ അമ്മ. അപ്പൊ നമ്മൾ എല്ലാ പൂക്കളും പിച്ചി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് താഴെ ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, ഇത് ഇത്ര സംഭവങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഇട്ട് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഹാഫ് സാരി ഉടുത്ത് വന്നിട്ട് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓണത്തിന്റെ പൂക്കളം കാണിച്ചു തരാം. പറഞ്ഞു കേട്ടത് നമ്മൾ വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിസൈൻസ് ഒക്കെയാണ്. അല്ല, ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ അമ്മയോട് ചെറുതായിട്ടൊരു പൂക്കളിടാണ്, ഞാനും അമ്മയും കൂടി. ഓക്കെ, അപ്പൊ പൂക്കളം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ് അത്. അപ്പൊ നമുക്ക് പൂക്കളിടാം. ആയി നമുക്ക് ഏത് ഡിസൈൻ തുടങ്ങണം? റൗണ്ട് റൗണ്ടും തുടങ്ങാം. നമുക്ക് വൈറ്റ് ഇടണോ റൗണ്ടില്? അല്ലല്ല, അല്ല, ഏറ്റവും നടുവിലാ അതില്ലേ ആ കളറ്, ലാവണ്ടർ കളർ വെക്കുക. ഇത് നിങ്ങൾ ആലോചിക്കുന്നത് ഭയങ്കര അൺപ്രൊഫഷണൽ ആണെന്ന്. ബിക്കോസ് നമ്മള് ചോക്കൊക്കെ എടുത്ത് വെച്ചൊന്നും വരയ്ക്കുന്നൊന്നും ഇല്ല. നമ്മൾ ചെറുതായിട്ട് അങ്ങ് ഇടുകയാണ്. ഇപ്പൊ സ്കൂളിൽ ചോക്കില്ലാത്ത കാരണം ചോക്ക് കിട്ടാനില്ല. സ്കൂളിൽ ചോക്കില്ലല്ലേ ഇപ്പൊ? സ്മാർട്ട് ബോർഡ് ആയതുകൊണ്ട് ഇതെടുത്തിടാൻ നടക്കുക ആദ്യം. പിന്നെ നമ്മുടെ കുഞ്ഞു പൂക്കളല്ലേ, ഇങ്ങോട്ടേക്ക് ഇടട്ടെ. നടുവില് അല്ല, ഇതിപ്പോ നടു നമ്മളാണല്ലോ നടുവാക്കുന്നത്. തിക്കായിട്ട് വെക്കാം. മുടി നിന്റെ മുടി കഴിയുന്നു. അയ്യോ, ഇത്തിരി തിക്കിലിടാം. ഓക്കെ, നമ്മളപ്പം ബാക്കി പണിപ്പുരയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ബാക്കി പരിപാടികൾ ചെയ്യട്ടെ. നമ്മളങ്ങനെ പൂക്കളം ഇട്ട് ഫിനിഷ് ആയിരിക്കുന്നു. ഇച്ചിരിയുടെ ബാക്കിയുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഞാൻ നേരെ വന്ന് ഇനി നമ്മുടെ ഓണസാരി അല്ലെങ്കിൽ ഓണം ഹാഫ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഹാഫ് സാരി ഉടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ പൂക്കളം കംപ്ലീറ്റ് ചെയ്യാന്നാണ് ഓർത്തേക്കുന്നത്. അതിന് ശേഷം പിന്നെ എൻ്റെ സ്പെഷ്യൽ ഒരു പായസം ഉണ്ട് ഗൈസ്. ആ പായസം ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി പായസമാണ്. ആ പായസം കൂടെ ഉണ്ടാക്കിയതോടെ നമ്മുടെ ഓണ സെലിബ്രേഷൻസ് എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് കഥമാണ്. അപ്പം നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറി നേരെ ബാക്കി പൂക്കളം കാണണ്ടേ. ടാ, അപ്പൊ നമ്മൾ ഫുൾ റെഡി ആയി കഴിഞ്ഞു. സൈഡിൽ 2 ചെമ്പരത്തി പൂവല്ലേ ഗൈസ്, 2 റോസാപ്പൂവാണ്. നമ്മൾ അറിയാലോ, കുറച്ച് റോസാപ്പൂ ഒക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ഓർത്തു. ഒരു ഗോൾഡൻ ഒരു റോസാപ്പൂ ഇപ്പൊ ചാടിപ്പോയി ഗൈസ്. ഒരു ഗോൾഡൻ ഹാഫ് സാരിയാണ്, കണ്ടില്ലേ? ഒരു ഗോൾഡൻ ഹാഫ് സാരിയാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയാ ഒരു ഗ്രീനിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ചോക്കറും കമ്മലും കുറച്ച് കുപ്പി വളയും, ഐ മീൻ 2 വളയും. എന്നിട്ട് നമുക്കിനി ബാക്കി പോയിട്ട് ഓണപ്പൂക്കൾ ഇട്ടതിന് ശേഷം വന്നിട്ട് വേണം പായസം സെറ്റ് ചെയ്യാൻ. പായസം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഓൾ ഡൺ ഫോർ ഓണം. അപ്പം ലെറ്റ്സ് ഗോ, നമുക്ക് പോയിട്ട് പൂക്കളം ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പൂക്കളം ഇതാണ്. ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ച പൂക്കളം ഇതാണ്. കുറച്ചുകൂടെ ബാക്കി ഇടണം, ഒരു ഔട്ട്ലൈനും കൂടെ ഇടാം. ഇത് ഒരു ഔട്ട്ലൈനും കൂടെ ഈ പൂ വെച്ച് ഇടാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. ഞാനും അമ്മ ഇതിനു മുമ്പ് എപ്പോഴാണ് അമ്മ ഇട്ടത്? പൊഞ്ചുണ്ടായിരുന്ന സമയത്തല്ലേ നമ്മൾ ഓണപ്പൂക്കൾ ഇട്ടത്.
എന്നായിരുന്നു ഇത് കഴിഞ്ഞ് 3 വർഷം കൊറോണ ടൈമിലല്ലേ? കൊറോണ ടൈമിലായിരുന്നു. അപ്പൊ പപ്പ ഇല്ലായിരുന്നു ആ സമയത്ത്, പപ്പ പുറത്തായിരുന്നു. അപ്പൊ ഞാനും പൊഞ്ചി അമ്മയും കൂടെ പൂക്കളൊക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് ഒരു പാട്ട് പെർഫോമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ താനാതിന്ന ആ സംഭവമില്ല അതൊക്കെ. എന്നിട്ട് അതൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്ത് അമ്മയൊക്കെ ഇതിനകത്ത് അഭിനയിച്ച് അമ്മയൊക്കെ പാടി അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ആ വീഡിയോ നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നോ? നീയല്ലേ പറഞ്ഞത് ഇടാൻ പറ്റൂല. അത് ഇടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ മ്യൂസിക് കോപ്പിറൈറ്റ് അടിച്ചിട്ടേ ആ മ്യൂസിക് അവർ സമ്മതിക്കുന്നില്ല ഇടാൻ. പക്ഷെ നമ്മൾ ആ മ്യൂസിക്കിലാണ് അത് ചെയ്തത്. അതുകൊണ്ട് അതിൽ ചെയ്താലേ വൃത്തി ഉണ്ടാവുള്ളൂ. സോ ഞങ്ങൾ ഓർത്തു അത് ഇടണ്ടായെന്ന്. ഇത് മൊത്തം കവർ ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റുമോ? കുറച്ചിട്ടാ മതി. കടന്നിട്ടൊക്കെയാണ് പൂക്കൾ ഇടുന്നത്. എന്റെ റോസാപ്പൂ എവിടെ ഇരിക്കുന്നുണ്ട്? നിങ്ങൾ കാണുന്നില്ല എന്റെ റോസാപ്പൂ? സൈഡില് റോസാപ്പൂ ഉണ്ട്. അയ്യോ അമ്മച്ചിയെ. എന്തൊക്കെയാണോ ഓണത്തിന് സ്പെഷ്യൽ? നമ്മളിവിടെ സ്പെഷ്യൽ എന്താ? ഒരു പായസം അല്ലേ? എന്ത് പായസമാണ്? നീ പറ. അമ്മ പറ. അമ്മ പറയണം. കാരമൽ ഉണ്ട്. കാരമൽ ചെയ്താലോ? അമ്മ നേരത്തെ സേമിയ ഫ്രൂട്ട് പായസം. അതിനകത്ത് കാരമലും കൂടെ ആക്കാം. കൽപ്പിച്ചാണ് ഞങ്ങൾ. വേണ്ട. അപ്പൊ നമ്മുടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ വൃത്തിയാക്ക്. പൂക്കളം ഇസ് റെഡി. റൗണ്ടൊക്കെ ആയി. എങ്ങനെയുണ്ട് അമ്മേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓണത്തിന് പൂക്കളം ഇട്ടില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട. നമുക്കിനി നേരെ നമ്മൾ കിച്ചണിലേക്ക് പോകുന്നു. അമ്മ ഒരു നോട്ടം നോക്കി. കിച്ചണിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ പായസം ഉണ്ടാക്കാൻ പോകാൻ. അപ്പൊ ഗൈസ് കമോൺ, നമ്മുടെ കൂടെ വരൂ. ഇനി പാവാട തട്ടി പൂക്കളം പോയി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഒരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം വിശന്ന് ഇതാവുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പം യെസ്, ഓണ സ്പെഷ്യൽ ചിക്കൻ കറി അല്ല, ചിക്കൻ ഫ്രൈ, എയർ ഫ്രൈ ചെയ്തത്. ഓക്കെ, വേറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയാനുണ്ടോ? സിമ്മിൽ ആദ്യം പാല് നമ്മള് മിൽക്ക് മെയ്ഡ് ഒക്കെ ഇട്ടിട്ട് തിളപ്പിക്കുകയാണ്. മാറ്റി വെക്കുക. എന്നിട്ടോ മാറ്റി വെച്ച് ഓഫാക്കുക. തിളച്ച് വരുമ്പോൾ ഓഫാക്കുക. മാറ്റി വെക്കട്ടെ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഇതിടുന്ന. ഇതിന്റെ പേര് ഇത് അണ്ടിപ്പരിപ്പ് ഇടുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ എല്ലാവരും അണ്ടിപ്പരിപ്പ് ഇടാറുണ്ട്, മറ്റു സംഭവം ഇടാറുണ്ട്, മുന്തിരി ഇടാറുണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. എപ്പോഴും എടുത്ത് കളയുന്ന കേട്ടോ. പക്ഷെ വേറെ വഴിയില്ല. അപ്പൊ എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മൾ പാല് തിളപ്പിച്ച അടുത്ത സ്റ്റെപ്പ് എന്താ? അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കുക. നമ്മള് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ അണ്ടിപ്പരിപ്പും ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ സേമിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇതാണ് ഉപയോഗിക്കണേ. എലീറ്റ് നല്ലതാണോ? ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. ഓക്കെ, കൊറേ മുന്നേ ഉണ്ടാക്കിയതാ സേമിയ പായസം. അത് നമ്മള് സേമിയ പായസം ഉണ്ടാക്കിയിട്ട് കുറേ കാര്യം. അപ്പൊ സേമിയ ഇട്ട് കാണിച്ചു കൊടുക്കുക. അത് നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ചെയ്യാം. നല്ലോണം വറുത്തു. നമ്മൾ ഇത്തിരി സാബൂൻ അരിയാ? കടിക്കുന്നതല്ലേ നമ്മൾ കടിക്കുന്ന? അതും കൂടെ സേമിക്കകത്തോട്ട് ഇടാം. ഇട്ടോ? അതിന്റെ സ്റ്റൗ ഇല്ലേ? അതങ്ങോട്ട് ഇട്ടോ. പാല് അതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചോ. സ്പൂൺ എടുത്ത് മാറ്റിക്കോ. സ്പൂൺ ഇവിടെ വെച്ച് അണ്ടിപ്പരിപ്പിന്റെ കൂടെ. അതിന്റെ മേലെ എന്തിനാ? പാലായാലും എന്താ കുഴപ്പം? ഒഴിക്കോ? വേവട്ടെ. ഒഴിച്ചോ, മുഴുവൻ ഒഴിച്ചോ. വേണ്ടി വരും. റെഡി. കുറച്ച് ഫ്രൂട്ട്സ്. അല്ല, ഫ്രൂട്ട്സ് ആണ് എടുത്തിടാൻ പോകുന്നത്. അതല്ലല്ലോ, അത് വേറെ വറുക്കണോ? കൊറേ പണിയുണ്ടല്ലേ. ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ്. ഇത് പൈനാപ്പിള്, ആപ്പിള്, ബനാന, ഇത് ക്യാരറ്റ് അല്ലേ? ക്യാരറ്റും കൂടെ ഇടാം. അനാറ്. ഓക്കെ, ഈ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ ഇനി ഇതെടുത്തിട്ട് അനാറ് നെയ്യില് വരട്ടുന്നില്ല. ബാക്കിയെല്ലാം കത്തിച്ചോ. നെയ്യ് ഒഴിക്കും. കുറച്ച്, ഒത്തിരി വേണ്ട, കുറച്ച് നോക്കട്ടെ. ഇത്തിരിയും കൂടെ ഒഴിക്കാം. നല്ല ഫ്രൂട്ട്സ് ഉണ്ടായി വരണ്ടേ.
ഇത്രയും ആ ഓക്കെ. ഒരു പട്ടി കിടന്ന് ഭയങ്കര കൊലയാണല്ലോ ബാക്കില്. ആ അപ്പൊ ഇതിന്റെ കൂടെ ഇനി ആദ്യം അതല്ല ആദ്യം ബനാന. ആദ്യം ബനാനയാ? ഏതാ ബനാന? അതെ ആദ്യം ബനാന. ആ ബനാന. ആ ബനാന ഇട്, ക്യാരറ്റ് ഇട്. അയ്യോ ഒരു അനാറതി കൂടെ ചാടി. ആ സാരല്ല. ക്യാരറ്റ് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇളക്ക്. ആ ഇളക്ക് 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 നല്ലോണം ഇളക്ക്. അതുണ്ടോ നമ്മുടെ പാലും ഇത് സേമിയ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ ഇളക്ക്. മറ്റേ അത് മാറ്റി വെച്ചോ. അതിൻ്റെ അകത്തോട്ട് ഒരു ഇത്തിരി ഷുഗറും കൂടെ ഇടണേ. ഷുഗറാ? ആ ഇവിടെ അവിടെ തുറക്കാം. ആ സ്റ്റീലിൻ്റെ മുകളിലത്തെ അത് തന്നെ. ഞാനൊരു പാചകക്കാരിയാവും. എത്ര ഒരു സ്പൂണാ? ആ ഒരു ഒന്നര മതിയോ? ആ ഒരു 1-2 സ്പൂൺ ഇട്ടോ. അത് ഇത്തിരി ചെറിയ സ്പൂൺ. ഓ കാരമലൈസ്ഡ് വേണ്ടിട്ടാ? അല്ലല്ല, കാരമൽ വേറെ. ഓക്കെ ഓക്കെ ഗൈസ്. അതിൻ്റെ ഇടയിൽ ഇപ്പഴും സേമിയ ഇളക്കിയും കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഈ തിളയ്ക്കുന്ന സാധനം ഇളക്കി കൊടുക്കണമെന്നു. ഓക്കെ. ഇത് കണ്ടോ, ഇത് നമ്മള് പായസവും ഈ ഫ്രൂട്ട്സ് നമ്മള് ചിക്കി മറ്റേ ഉണക്കി എന്താ പറയാമേ, പൊരിച്ചു വെക്കാന്നല്ലോ പറയുന്നത്. വരട്ടി വെച്ചല്ലോ. അപ്പൊ അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തണുക്കാൻ വേണ്ടി ഫാൻ്റെ അടി കൊണ്ട് വെച്ചേക്കാം. അത് എന്തിനാണ്? അപ്പൊ അത് പുളിപ്പാണല്ലോ. അപ്പം രണ്ടും തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തണുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നമ്മുടെ പായസം റെഡിയാ. റെഡി? ഈസി, സിമ്പിൾ ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ മിക്സ് ചെയ്ത് അവസാനം കാണിച്ചുതരാം. അപ്പൊ നമ്മുടെ ചൂട് തണുപ്പിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല പറഞ്ഞത്. അപ്പൊ തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോകണുണ്ടോ. ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് പായസത്തോട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാവേ. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ഇത് കണ്ടോ, നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി അതും ഇടുകയാണ്. അപ്പൊ നമ്മളിതാ മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് നമ്മുടെ സേമിയ ഫ്രൂട്ട് പായസം ഇസ് റെഡി ഗൈസ്. റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്ത് ഇനി കഴിക്കാനും കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ സേമിയ ഫ്രൂട്ട് പായസം. അമ്മയ്ക്ക് ഇങ്ങനെ ചില ഇതിനു മുമ്പ് പൈനാപ്പിൾ പായസം ഇല്ലായിരുന്നോ, അതൊക്കെ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ ഈ അടുത്തത് നമ്മുടെ ടേസ്റ്റിംഗ് സെറമണിയാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് രണ്ടുപേർക്കും പപ്പയുണ്ട് അപ്പുറത്ത്, പപ്പയ്ക്കും കൊടുത്ത് ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ തൽക്കാലം ഇത് ടേസ്റ്റ് ചെയ്ത്ര പോരെ? ടേസ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സേമിയ ഫ്രൂട്ട് പായസം. നല്ല ടേസ്റ്റ് കിട്ടോ. നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിക്കുകയാണ്. നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ സേമിയ ഫ്രൂട്ട് പായസം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി കുറച്ചേരം കിടന്നുറങ്ങി. കുറച്ച് വൈകുന്നേരം എണീറ്റിട്ട് ഒന്ന് ബീച്ച് വരെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. പോട്ടെ മാ, ഞാൻ വൈകുന്നേരം ഒന്ന് ബീച്ചിൽ പോട്ടെ. ഞാൻ ഒറ്റയ്ക്ക്. ക്യാമറ ഓൺ ആയതുകൊണ്ട് അമ്മ ഒന്നും പറയണില്ല. അല്ലെങ്കിൽ അമ്മ ഇപ്പൊ അമ്മ നോർമലായിട്ട് പറഞ്ഞു എന്താ പറയാന്ന്. അല്ലെങ്കിൽ അമ്മ ഇപ്പൊ പറയേണ്ടതാണ്. അവള് കോറെടുത്തിട്ട് ബീച്ചിലേക്ക് അവള് ഇറങ്ങാണ്. അതെ, അവക്ക് ഓണത്തിന് തിരക്കാന്നറിയാം. എന്നിട്ട് അവിടെ ഇറങ്ങാൻ അങ്ങോട്ട് ബീച്ചിലേക്ക്. അപ്പൊ അത്രയേ ഉള്ളൂ കേസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇതായിരുന്നു നമ്മുടെ പരിപാടികൾ. പൊതുവെ വീട്ടിലിങ്ങനെയാണ്. പൊതുവെ ഓണത്തിന് നമ്മൾ അധികം അങ്ങോട്ട് ഓവറാക്കി ഒന്നും ചെയ്യാറില്ല. അറിയില്ല എന്താണ്. സദ്യ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മിക്ക സമയത്ത് സുണ്ടാൻ്റെ വീട്ടിൽ പോയിട്ടാണ് സദ്യ കഴിക്കാറുള്ളത്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം റോസാപ്പൂക്കെ അവിടെ ഇരിക്കട്ടെ ഗൈസ്. അപ്പം ചാച്ച ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.